ഹായ് ഓൾ. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓവർസീർ ഗ്രേഡ് 2 എന്ന് പറയുന്നത് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഈ ഒരു എക്സാമിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ അതിനെ കൺഫർമേഷൻ നിലവിൽ വന്നു കഴിഞ്ഞു. ആ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതി എന്ന് പറയുന്നത് 22/4/2026 തുടങ്ങി 11/5/2026 തീരുന്ന രീതിയിലാണ് കൺഫർമേഷൻ വന്നിരിക്കുന്നത്. അപേക്ഷിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഉറപ്പായും കയറി കൺഫർമേഷൻ നൽകാൻ ശ്രമിക്കുക. കൺഫർമേഷൻ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാത്ത പോലെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ ഒക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എക്സാമിനേഷന്റെ ഡേറ്റും കേരള PSC അറിയിച്ചിട്ടുണ്ട്. അത് 30/7/2026 എക്സാമിനേഷന്റെ തീയതി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ സിലബസിൽ എങ്ങനെയൊക്കെയാണ് വെയിറ്റേജ് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് അതിന് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളൊരു ധാരണ കിട്ടാൻ സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് തരുന്നത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് ഡിസ്കഷനും ഒരു വെബിനാറും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഈ ഒരു സിലബസിന്റെ ഔട്ട്ലൈനിലേക്ക് പോകാം. ആദ്യമായിട്ട് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് PSC നൽകിയിരിക്കുന്നത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്, ജിയോമെട്രിക് കൺസ്ട്രക്ഷൻസ് തുടങ്ങിയ തീമും അതിനകത്ത് തന്നെ പ്രൊജക്ഷനും വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് തുടങ്ങിയ മേഖലയിൽ നിന്ന് 17 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ മെറ്റൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ഇവയൊക്കെ ഇതിനകത്ത് തന്നെയാണ് ഉൾപ്പെടുന്നത്. അടുത്തതായിട്ട് മൊഡ്യൂളിൽ 2 ആണ്. മൊഡ്യൂളിൽ 2 എത്തുമ്പോൾ സ്ക്രൂ ത്രെഡ്സ്, ഫ്രെഡ് തിയറി തുടങ്ങിയ ചോദ്യങ്ങളും അതിൽ തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട മാസ്, വോളിയം, വെയിറ്റ് ആൻഡ് ഡെൻസിറ്റി തുടങ്ങിയ മേഖലയിൽ നിന്നുമാണ് വരുന്നത്. അവിടെ 20 മാർക്കിന്റെ വെയിറ്റേജ് ആണ് വരുന്നത്. അടുത്തതായിട്ട് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എത്തുമ്പോൾ ഷാഫ്റ്റ്, കീസ്, കപ്ലിങ്സ് തുടങ്ങിയ മേഖലയാണ്. അവിടെ നിന്ന് 14 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. പിന്നീട് അതിൽ തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് മേഖലയിൽ വർക്ക്, പവർ, എനർജി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ തുടങ്ങിയ മേഖലയോടെ ചേർത്ത് 14 മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. മൊഡ്യൂൾ 4 ആണ്. അവിടെ പൈപ്പ് ഫിറ്റിംഗ്സ് ആൻഡ് വാൽവ്സ്, ക്യാംസ് ആൻഡ് ഫോളോവേഴ്സ്, പമ്പ്സ് തുടങ്ങിയ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അവിടുത്തെ വെയിറ്റേജ് 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. മൊഡ്യൂൾ 5 വരുമ്പോൾ പ്രസ് ആൻഡ് പ്രസ് ടൂൾസ് ആൻഡ് റിലേറ്റഡ് തിയറീസ്, അതിന്റെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനിൽ നിന്ന് 8 മാർക്കുമാണ് പ്രധാനമായിട്ടും വരുന്നത്. മൊഡ്യൂൾ 6 വരുമ്പോൾ മെഷറിംഗ് ടൂൾസ്, ഗേജസ് ആൻഡ് ഇൻസ്പെക്ഷൻ ടൂൾസ് തുടങ്ങിയ മേഖലയും അതിൽ തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷനോടെ ചേർത്ത് 9 മാർക്കിന്റെ ടോപ്പിക്കാണ് വരുന്നത്. അടുത്തതായിട്ട് 7ാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ലേ ഔട്ട് ഓഫ് മെഷീൻ ഫൗണ്ടേഷൻ, പ്രോസസ് പാത്ത്, വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ, ഇത് രണ്ടും കൂടി ചേർത്ത് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. മൊഡ്യൂൾ 8 എത്തുമ്പോൾ കമ്പ്യൂട്ടർ ബേസിസ്, ഓട്ടോകാഡ് 2D ബേസിസ്, 2D കമാൻഡ് തുടങ്ങിയ മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിൽ തന്നെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് ഉണ്ട്. അവിടെയും 12 മാർക്കിന്റെ വെയിറ്റേജ് അവിടെ വരുന്നുണ്ട്. അടുത്തതായിട്ട് മൊഡ്യൂൾ 9 ആണ്. ഇവിടെ 5 മാർക്കിന്റെ വെയിറ്റേജേ ഉള്ളൂ. അതിൽ തന്നെ സോളിഡ് വർക്ക്, ഓട്ടോകാഡ്, ഇൻവെന്റർ ഓർ 3D മോഡലിംഗ് തുടങ്ങിയ മേഖലയാണ്. ഇവിടെയും 5 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓവർസീർ ഗ്രേഡ് 2 ഒരു 90 ഡേയ്സ് ടൈം ടേബിൾ വെച്ചുകൊണ്ടുള്ള ഒരു ബാച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ലാപ്പിൽ നമുക്ക് കൃത്യമായിട്ട് തയ്യാറെടുക്കുന്നതിനായിട്ട് റിവിഷനും ഒപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസും, ഇനി പഠിച്ചു തുടങ്ങാനുള്ളവർക്ക് കൃത്യമായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് സിലബസ് മുഴുവൻ കവർ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ഒരു നല്ല ലെവലിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും അതുപോലെ വെബിനാറിന്റെ ഡീറ്റെയിൽസ് കൃത്യമായ അപ്ഡേറ്റ് ലഭിക്കുന്നതിനുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.